ഇന്ന് നമുക്ക് ഈ ഒരു ഫ്രോക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ മുന്നേ ഇട്ടതായിരുന്നു. അത് യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ഫസ്റ്റ് ചെയ്യുന്ന ഒരു കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആയതുകൊണ്ടും എനിക്കിതിങ്ങനെ പറഞ്ഞു തരാൻ വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ടും കുറേ ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല അത്. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഇതിൽ ഈ ഫ്ലേവർ എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. ഇത് 1 to 2 ഇയർ ആയിട്ടുള്ള ബേബീസിന് ഇടുന്ന രീതിയിലാണ് ഞാൻ മെഷർമെൻറ്റ് എടുത്തിട്ടുള്ളത്. ബാക്കിൽ ഞാൻ ഇൻവിസിബിൾ സിബ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു 2 ലെയർ വരുന്നുണ്ട്. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണ് വരുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2.5 മീറ്റർ ജിമ്മിച്ചു ഫാബ്രിക് എടുത്തുകണ്, 1/2 മീറ്റർ ക്രേപ്പ് ലൈനിങ് എടുത്തുകണ്, പിന്നെ 1/2 മീറ്റർ കോട്ടൺ ലൈനിങ്ങും ആണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് കോട്ടൺ ലൈനിങ് കട്ട് ചെയ്യാം. അതിലാണ് നമ്മൾ മെഷർമെൻറ്റൊക്കെ അടയാളപ്പെടുത്തി കട്ട് ചെയ്യണത്. ബാക്കിൽ ഇൻവിസിബിൾ സിബ് വെക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റ ഇതിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാതെ ഇതിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൽ കുറച്ച് പുറത്തോട്ട് വന്ന് വെക്കണില്ലേ, അത് ബാക്ക് പോർഷനാണ്. ഒരു 1/2 ഇഞ്ച് ഇതേപോലെ പുറത്തോട്ട് വെക്കുന്ന രീതിയിൽ ചെയ്താൽ മതി. അവിടെ ഓപ്പണിംഗ് ഭാഗമാണ് കേട്ടോ വരുന്നത്. ഇനി നമുക്ക് മെഷർമെൻറ്റ് അടയാളപ്പെടുത്താം. ഇതിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ആയിട്ടാണ് കേട്ടോ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തേണ്ടത്. ആ 1/2 ഇഞ്ച് പുറത്തോട്ട് നിൽക്കുന്നത് അത് കൂട്ടാതെ ഷോൾഡർ 4 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആം ഹോളും ഞാൻ 4 ഇഞ്ച് തന്നെയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ജസ്റ്റ് ഞാൻ 5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 1 ഇഞ്ച് സീം അലവൻസും കൂടെ കൂട്ടിയിട്ട് മൊത്തം 6 ഇഞ്ചിൽ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ബോഡി പാർട്ട് ഞാൻ 8 ഇഞ്ച് എടുക്കുന്നുണ്ട്. സീം അലവൻസും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ 8 എടുക്കുന്നത്. ഇനി 8 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് കൊണ്ട് ഞാൻ വേസ്റ്റ് ഒരു 6 ഇഞ്ചിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊന്ന് ക്ലോസ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ നെക്ക് വിഡ്ത്ത് തന്നെ ഒരു 2.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. നെക്കിൻ്റെ ലെങ്ത്തും ഞാൻ 2.5 ഇഞ്ച് എടുക്കുന്നുള്ളൂ. കറക്റ്റ് നമുക്ക് 3 ഇഞ്ചാണ് വരിക. പക്ഷേ ഇത് സ്ട്രാപ്പിൻ്റെ സ്ലീവാണല്ലോ, അപ്പോൾ നമുക്ക് സീം അലവൻസും കൂടെ പോയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു 3 ഇഞ്ച് ലെങ്ത്ത് വരും. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് ബോക്സ് ആക്കിയിട്ട് വരച്ചു കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഇവിടെ 2.5 ഇഞ്ച് അടയാളപ്പെടുത്തില്ല, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തോട്ട് ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്താം. വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തോട്ട് ഇട്ടോ. ഇനി നമുക്ക് ആം ഹോൾ ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം. ഞാനിവിടെ ഫ്രഞ്ച് കർവ് വെച്ചിട്ടാണ് ഷേപ്പ് ചെയ്യണത്. ഇനി നമുക്ക് മാർക്ക് ചെയ്തൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്യണതിന് മുന്നേ ഞാൻ ഈ വേസ്റ്റിൻ്റെ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് ചെരിച്ച് വരച്ച് കൊടുക്കണം. അത് ഞാൻ ഇതിൽ വരച്ച് കൊടുത്തിട്ടില്ല, ഞാൻ മറന്നതാണ് ശരിക്ക്. ഞാനിവിടെ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ലോപ്പ് ചെയ്ത് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് മൊത്തം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതിൻ്റെ മെഷർമെൻറ്റൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ആക്കാം. നിങ്ങളുടെ കുട്ടിക്ക് എത്രയാണോ മെഷർമെൻറ്റ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്ക് എത്രയാണോ മെഷർമെൻറ്റ് വേണ്ടത്, അതിനനുസരിച്ചിട്ട് ഇത് അങ്ങോട്ടും കൊണ്ടൊക്കെ ചേഞ്ച് ആക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇതേപോലെ 3 പീസ് കിട്ടിയിട്ടുണ്ടാവും. ഫ്രണ്ടിലേക്ക് 1 പീസും ബാക്കിലേക്ക് 2 പീസും കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഇത് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്യാം. ഞാൻ ആ കറക്റ്റ് ഷേപ്പിലൊന്നും കട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് അതിന് ചുറ്റോറൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുള്ളൂ. എന്നിട്ട് ഞാൻ 2 ലൈനിങ് വെച്ചിട്ടുണ്ട് ഞാൻ അത് യോക്ക് പോർഷൻ ചെയ്യുന്നത്. ഫസ്റ്റ് കോട്ടൻ്റെ ലൈനിങ്, പിന്നെ ക്രേപ്പിൻ്റെ ലൈനിങ്, എന്നിട്ട് ഞാൻ ഇതിൻ്റെ മെയിൻ ക്ലോത്ത് അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. കോട്ടൻ്റെ ലൈനിങ് വരുമ്പോൾ കുറച്ച് കട്ടി ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ക്രേപ്പ് മാത്രം ചെയ്യുമ്പോൾ കുറച്ചൊരു അധികം കട്ടിയില്ലാത്ത പോലെ തോന്നും. ഇതേപോലെ ക്രേപ്പ് ലൈനിങ്ങിൻ്റെ മുകളിൽ കോട്ടൺ ലൈനിങ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കോട്ടൺ ലൈനിങ് വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ മൊത്തം കട്ട് ചെയ്തിട്ട് എടുക്കുക ചെയ്യുന്നത്. ഇതങ്ങോട്ടും കൊണ്ട് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ കുത്തുന്നത് കേട്ടോ. ഇതേപോലെ കുത്തിയതിന് ശേഷം അതിൻ്റെ ചുറ്റോറം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പോർഷനിൽ കട്ട് ചെയ്യാം. 2 ലെയറാണ് കേട്ടോ വരുന്നത്. അതിലേറ്റവും താഴത്തെ ലെയറിൻ്റെ ഹാഫാണ് മുകളിലത്തെ ലെയർ. ഈ ജിമ്മിച്ചു ഫാബ്രിക്കിൻ്റെ വീതിയാണ് ഞാൻ വേസ്റ്റ് ഭാഗത്ത് പ്ലീറ്റ് എടുക്കാൻ വേണ്ടി എടുക്കുന്നത്. അത് ഏകദേശം 48 ഇഞ്ച് വരുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ലെയർ കട്ട് ചെയ്യാം. അതിൽ ഞാൻ പറഞ്ഞല്ലോ താഴെ വരുന്ന ലെയറിൻ്റെ പകുതിയാണ്
ഈ ഒരു ഫസ്റ്റ് ലെയർ വരിക. പക്ഷെ നമ്മൾ അതിൻ്റെ ഡബിൾ എടുക്കണം. എന്താ വെച്ചാൽ ഫോൾഡ് ചെയ്തിട്ടാണല്ലോ വരുന്നത്. അപ്പം ഞാനിവിടെ ഒരു 14 ഇഞ്ച് ലെങ്ത്ത് എടുക്കുന്നുണ്ട് ഫസ്റ്റ് ലെയറിന്. അത് ഫോൾഡ് ചെയ്യും. നമ്മൾ വേസ്റ്റിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ അത് ഫോൾഡ് ചെയ്തിട്ടാണ് വെക്കുക. അങ്ങനത്തെ ഒരു മോഡലാണ് വരുന്നത്. ഞാനിവിടെ കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ 14 ഇഞ്ച് എടുത്തു. അതിൻ്റെ വിഡ്ത്ത് വരുന്നത് 48 ഇഞ്ചാണ്. ഈ ഒരു ജിമ്മിച്ചു ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് മൊത്തം ഞാൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ 2 പീസ് കട്ട് ചെയ്യണം, ഫ്രണ്ടിൽക്കും ബാക്കിൽക്കും ആയിട്ട്. ഓക്കെ അല്ലേ? ഫ്രണ്ട് ലെയർക്ക് ഇതേപോലത്തെ 2 പീസ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്, 14 ഇഞ്ച് വരുന്നത്. ഇനി നമുക്കതിൻ്റെ താഴെ വരുന്ന ലെയർക്ക് ഫ്രണ്ടിൽക്കും ബാക്കിൽക്കും ആയിട്ട് 2 പീസ് കട്ട് ചെയ്തിട്ട് എടുക്കാം. അത് ഞാൻ 27 ഇഞ്ചാണ് എടുക്കുന്നത്. അത് നമ്മൾ ഫോൾഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയറിൽ നമ്മൾ എടുത്തത് 14 ഇഞ്ച്, അത് നമ്മൾ ഫോൾഡ് ചെയ്യും. അപ്പോൾ അതിന് പകുതി ആയിരിക്കും ലെങ്ത്ത് വരുന്നുണ്ടാവുക. സെക്കൻഡ് ലെയറിൽ നമ്മൾ എടുത്തത് 27 ഇഞ്ച്, അത് നമ്മൾ ഫോൾഡ് ചെയ്യുന്നതുകൊണ്ടാണ് അത്രയും കൂടുതൽ എടുക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റിൽ ചോദിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. ലിങ്ക് ബയോയിലുണ്ട്. ഇതേപോലെ 27 ഇഞ്ചിൽ വരുന്നത് 2 പീസായിട്ട് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. ടോട്ടൽ 4 പീസ് ഉണ്ടാവും കേട്ടോ. ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും അതിൽ ഫ്രണ്ടിൽക്കും ബാക്കിൽക്കും ആയിട്ട് 4 പീസ് ഉണ്ടാവും. ഫ്രണ്ടിലേക്ക് 2, ബാക്കിലേക്ക് 2. ഇത് ഞാൻ ഫോൾഡ് ചെയ്യാന്ന് പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ നിർത്തിയിട്ട് ഇതേപോലെ ആയിരിക്കും നമുക്ക് ഇതിൻ്റെ ലെയർ വരുന്നുണ്ടാവുക. ഒരു ലെയർ ഇങ്ങനെ, ഇതിൻ്റെ മുകളിൽ ഇനി വേറെ മറ്റേ ലെയർ, അതാണ് ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നത് ഞാൻ പറയുന്നത്. നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ ഡബിൾ എടുക്കണം. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ ഇങ്ങനെ വരും. എന്നിട്ട് ഇവിടെ നമ്മളിങ്ങനെ പ്ലീറ്റ് എടുത്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇതത്ര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, ഒന്ന് മനസ്സിലാക്കി എടുത്താൽ മതി. ഇനി ഇതിൻ്റെ സ്ലീവ് വരുന്നത് സ്ട്രാപ്പാണല്ലോ വരുന്നത്, പിന്നെ കുറച്ച് പ്ലീറ്റ്സ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ട്രാപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ 2 പീസ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 6.5 ഇഞ്ചും വിഡ്ത്ത് വരുന്നത് 1.5 ഇഞ്ചുമാണ്. ഇതേപോലത്തെ 2 പീസ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഷോൾഡർ ഭാഗത്തിൽ ചെറിയ ചെറിയ പ്ലീറ്റ്സ് വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ പീസ് എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ 2 പീസാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 10 ഇഞ്ചും വിഡ്ത്ത് വരുന്നത് 3.5 ഇഞ്ചുമാണ്. ഇതിൽ നിങ്ങൾക്ക് ഇനിയും പ്ലീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതിനനുസരിച്ച് ലെങ്ത്ത് എടുക്കാം. ഞാനിത് ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് വരുന്ന അത്രേ ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇത്ര എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. ഇനി ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ യോക്കിൽ ഞാൻ 2 ലൈനിങ് വെച്ച് ചെയ്യുന്നുണ്ട്, കോട്ടനും ക്രേപ്പും. അപ്പോൾ ഞാൻ ക്രേപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ അങ്ങനെ പിന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു കോട്ടൺ കട്ട് ചെയ്ത് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഈ ഇതിമേ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അത് യോക്ക് പോർഷൻ കുറച്ച് കട്ടിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇനി നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ഫസ്റ്റ് നമ്മൾ സ്ലീവാണ് ചെയ്യുന്നത്. അതിൽ സ്ട്രാപ്പ് ചെയ്യാം. നമ്മൾ പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്ത് ഇങ്ങനെ കട്ട് ചെയ്തല്ലോ, അത് ഇതേപോലെ ഇങ്ങനെ ഒരു റൗണ്ടിൽ, ഇത് എനിക്ക് ഈ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ പിടിക്കാൻ പറ്റായിട്ടോ, കറക്റ്റായിട്ട് ഇങ്ങനെ കൊടുന്നിട്ട് ഇതിലിങ്ങനെ ഒരു ഇവിടുന്ന് ഇങ്ങനെ ഒരു റൗണ്ടായിട്ട് ഞാൻ ഈ കാണിക്കുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ച് കൊടുത്തിട്ട് ഒരു ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പ്ലീറ്റ് ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ ഒരു ഫാബ്രിക് ആയതുകൊണ്ട് പിടിക്കാൻ കുറച്ച് പണിയുണ്ടായിരുന്നു. ഇതേപോലെ ഈ ഒരു അറ്റത്ത് വരുമ്പോൾ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് കൊണ്ടിട്ട് അത് സെറ്റാക്കട്ടോ. അപ്പോൾ ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. എന്നിട്ട് ബാക്കി വരുന്നത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം. ഇനി ഞാൻ പറയുന്നില്ല, ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ ഇങ്ങനെ ചെറിയ ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവാം. ഇത് ഞാൻ ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് മാത്രമായിട്ടാണ് എനിക്ക് പ്ലീറ്റ് വരേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ അത്ര മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇനി ആ സ്ട്രാപ്പിൽ മൊത്തം ഇതേപോലെ പ്ലീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ സ്ട്രാപ്പ് എത്രയാണോ ലെങ്ത്ത് വരുന്നത് അത്ര ഇഞ്ചിൽ നമ്മൾ പ്ലീറ്റ് ഇട്ടതിന് ശേഷം ഇതൊന്ന് അളന്നിട്ട് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്യണത് ഈ ഒരു ക്ലോത്ത് കഴിയണത് വരെ ഞാൻ അങ്ങനെ പ്ലീറ്റ് ഇട്ട് പോയി. എന്നിട്ട് അത് ഷോൾഡറിൽ ജോയിൻ ചെയ്യാണ് ചെയ്യണത്. ഇതിൻ്റെ ലാസ്റ്റേക്ക് വരുമ്പോൾ ഇതേപോലെ ഒന്നിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുത്താൽ മതിട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇതേപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്കിനി മെഷർ ചെയ്ത് നോക്കാം. ഏകദേശം ഒരു 3 ഇഞ്ചൊക്കെ മതിയാവും നമുക്ക്. അപ്പോൾ ഒരു 3 ഇഞ്ച് വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഹാഫ് അടയാളപ്പെടുത്താം. ആ സ്ട്രാപ്പിൻ്റെ പകുതി നമുക്ക് അടയാളപ്പെടുത്താം. ഇതിൻ്റെ പകുതി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് ഈ 2 മാർക്കിങ്ങും വരുന്ന അവിടെ ഇതേപോലെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിൽ ആ ക്ലോത്തിൻ്റെ നല്ല വശത്താണ് കേട്ടോ അതിങ്ങനെ വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫസ്റ്റ് മാർക്കിങ്ങിൻ്റെ അവിടെ സൂചി കുത്തിയിട്ട് ഒരു ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ മറ്റേ ഭാഗത്തേക്ക് തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതാണ് നല്ല വശം കേട്ടോ, നമ്മൾ സ്ലീവിൻ്റെ നല്ല വശം. അപ്പോൾ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്നും കൂടെ ഇതേപോലെ ഫോൾഡ് ചെയ്യും. ഇതാണ് നമ്മൾ സ്ലീവിൻ്റെ നല്ല വശം വരാൻ പോകുന്നത്. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാം. ഞാൻ ഈ ഒരു ഡ്രസ്സിൻ്റെ തന്നെ മുന്നൊരു ലോങ് വീഡിയോ ഇട്ടിരുന്നു. അതിൽ ഞാൻ സ്ലീവിൻ്റെ വീഡിയോ ഒന്നും ഇട്ടുണ്ടായിരുന്നില്ല. ഇതിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിച്ച് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിലും വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് പോലും കറക്റ്റായിട്ട് എടുത്തത്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ട്രാപ്പ് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒന്നും കൂടെ ചെയ്യണം. മറ്റേ നെക്ക് ഇതിൽ ചീത്ത വശം ഇതാണ് കേട്ടോ വരുന്നത്. ഇത് നല്ല ഭാഗമാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ രണ്ടും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി യോക്ക് പോർഷനിൽ അറ്റാച്ച് ചെയ്യണം. ഇതുപോലെ ആയിരിക്കും സ്ലീവ് വരുന്നുണ്ടാവുക. ഞാനിത് ഷോൾഡർ ഭാഗത്തേക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത്ര സീം അലവൻസ് പോകും. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് ലൈനിങ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് സ്ലീവ് ഇതേപോലെ വെച്ച് കൊടുക്കുക. അതിൻ്റെ സ്ട്രാപ്പ് കിട്ടും. സ്ട്രാപ്പ് ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ നല്ല വശം സ്ട്രാപ്പിൻ്റെ നല്ല വശം താഴെ വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ. സ്ട്രാപ്പിൻ്റെ നല്ല വശവും മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും വരുന്ന രീതിയിൽ ഈ ആം ഹോൾ തൊട്ടിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇതിട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ഇതിൽ ഇവിടാനായിട്ടാണല്ലോ ഇതിൻ്റെ സ്ട്രാപ്പ് വരിക. നിങ്ങൾക്കത് ഇനി സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഈ സ്ട്രാപ്പ് മാത്രം ലൈനിങ്ങിൽ അറ്റാച്ച് ചെയ്തിട്ട് എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒപ്പം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ളിൽ സ്ട്രാപ്പ് ഉണ്ട്. ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഈ 2 ആം ഹോളിൻ്റെ ചെറിയ ചെറിയ കട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ നമുക്ക് തിരിച്ചെടുക്കാം. അതിൻ്റെ സ്ട്രാപ്പ് വെക്കുമ്പോൾ നിങ്ങൾ നല്ല നോക്കി വെക്കണം കേട്ടോ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകാൻ പാടില്ല. പ്ലെയിൻ ആയിട്ടുള്ള സ്ട്രാപ്പ് അല്ലല്ലോ. അതിൻ്റെ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഈ ഒരു പ്ലീറ്റ് വരുന്നോട് അത് അപ്പുറത്തൊന്നും ആയി പോകാൻ പാടില്ല. അതൊക്കെ എന്നിട്ട് ഇതോടൊക്കെ പതിച്ചടിച്ച് കൊടുത്തിട്ട് ലൈനിങ്ങും മെയിൻ ക്ലോത്തും ആയിട്ട് ഫുള്ളായിട്ട് ജോയിൻ ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ബാക്ക് പോർഷനിൽ അറ്റാച്ച് ചെയ്തെടുക്കാം. ഇത് 2 പീസ് ഉണ്ടാവും. കാരണം നമ്മൾ സിബ് വെക്കുന്നതായതുകൊണ്ട് 2 പീസ് ഉണ്ടാവും. ഇതേപോലെ വെച്ചിട്ട് മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് ഇതേപോലെ ലൈനിങ് വെക്കുക. നമ്മൾ നേരത്തെ കാണിച്ച പോലെ മുകൾ ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. ഓപ്പോസിറ്റും ഈ സെയിം തന്നെ ചെയ്യാം. ഇത് 2 പീസ് ഉണ്ടായതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനൊന്നും പാടില്ല. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് തന്നെ ചെയ്യാം. എന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മെയിൻ ക്ലോത്തും എല്ലാം ഞാൻ ഫുള്ളായിട്ട് ജോയിൻ ചെയ്തിട്ട് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പതിച്ചിട്ടൊക്കെ അടിച്ചു കൊടുത്തിട്ട് ഇനി നമുക്കിതിൽ സിബ് വെക്കണ പരിപാടിയാണ്. ഈ വീഡിയോ അത്യാവശ്യം ലെങ്ത്ത് വരുന്നുണ്ട്. അപ്പോൾ സിബ് വെക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഞാനൊരു സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളത് കണ്ടാൽ മതി. അത് ഞാൻ സിബ് വെക്കുന്ന മാത്രമായും പറയണതുകൊണ്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം പിന്നെ ഇത് കാണാം കേട്ടോ. ഞാനിതിൽ സിബ് വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ വെക്കാൻ വേണ്ടി പറ്റും. ഞാൻ ആ പറയുന്ന മെത്തേഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിബൊക്കെ പല മെത്തേഡിലും ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് ഈ ഒരു ബോഡി പാർട്ട് ഫുള്ള് ക്ലോസ് ചെയ്തിട്ട് എടുക്കാം. ബാക്കും ഫ്രണ്ടും. ഇത് ഞാൻ ഉള്ളിൽ കുട്ടികൾക്ക് തയ്യൽ തുമ്പ് കുത്താത്ത രീതിയിലാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല ഭാഗത്ത് ഇതേപോലെ വെച്ചിട്ട് ഇവിടെ ഒരു അറ്റത്ത് കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇതേപോലെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചീത്ത വശത്തോട്ട് മറിച്ചിട്ടിട്ട് സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഒരു കുറച്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇതിങ്ങനെ ചീത്ത വശത്തോട്ട് മറിച്ചിട്ടിട്ട് നമുക്ക് ഇനി എത്രയാണോ മെഷർമെൻറ്റ് നമുക്ക് കസ്റ്റമർ തന്നിട്ടുള്ളത് ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റിൽ ഇത് ഷേപ്പ് ചെയ്യാം. ഇതേപോലെ ചെയ്ത കുട്ടികൾക്ക് കുറേ കുത്തലൊക്കെ ഒഴിവാക്കാം കേട്ടോ. അങ്ങനെ 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അഥവാ അവർക്ക് ടൈറ്റ് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ലൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ യോക്ക് പോർഷൻ്റെ പരിപാടി ഇവിടെ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്കേർട്ടിൻ്റെ ഭാഗത്താണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിൽ കയറ് വെക്കുന്നുണ്ട്, കെട്ടാൻ വേണ്ടി കയറ് വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ വെക്കണം കേട്ടോ. ഞാനത് വെക്കുന്നുണ്ട്, പക്ഷേ ഞാൻ മറന്നുപോയി. പിന്നെ ഞാൻ അയച്ചിട്ട് പിന്നെയും വെച്ചതാണ്. നമുക്ക് ഫസ്റ്റ് ലെയർ സ്റ്റിച്ച് ചെയ്യാം. ഇതെങ്ങനെ പറയേണ്ടത് എനിക്കറിയില്ല. ഫസ്റ്റത്തെ ലെയർ ആ ചെറിയ ലെയറാണല്ലോ. ഇതിൽ ഫ്രണ്ടത്തെ പോർഷനും ബാക്കത്തെ പോർഷനും ഒന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കുക. അതിൽ നമ്മൾ 14 ഇഞ്ചല്ല ലെങ്ത് എടുത്തത്. ആ 14 ഇഞ്ചാണ് കേട്ടോ. നമ്മൾ ആ 14 ഇഞ്ചിൻ്റെ ഭാഗമില്ലേ അതാണ് നമ്മൾ ഫ്രണ്ടും ബാക്കും കൂടെ ഒപ്പം വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് എടുക്കുന്നത്. നല്ല വശം കൂടെ കൂട്ടിയിട്ട്. നല്ല ലെങ്ത്തുള്ള ക്ലോത്ത് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ ക്യാമറയിൽ ഇത്രേ കിട്ടുന്നുള്ളൂ.
എന്നിട്ട് നമ്മൾ ഫ്രണ്ടും ബാക്കും ജോയിൻ ചെയ്തതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം കേട്ടോ. ഇതിനെ പുറത്തിപ്പോൾ കാണുന്നത് നല്ല വശമാണ്, അപ്പോൾ ചീത്ത വശം കൂടെ കൂട്ടിയിട്ട് ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അവിടെ നമുക്കൊരു ലോങ് സ്റ്റിച്ച് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് പ്ലീറ്റ് ഇടാം. ഇത് ഇങ്ങനത്തെ ഒരു ക്ലോത്ത് ആയതുകൊണ്ട് പിടിക്കാൻ കുറച്ച് പണിയായതുകൊണ്ടാണ്. ഇത് വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ ഫോൾഡ് ചെയ്തിട്ട് ഇതേപോലെ മൊത്തം ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിന് മുകൾ ഭാഗം മാത്രമായിട്ട്. ഇത് കണ്ടോ, ഇവിടെ ഞാൻ രണ്ടും കൂടെ ജോയിൻ ചെയ്തതാണ്, ബാക്കും ഫ്രണ്ടും കൂടെ. ഇപ്പോൾ നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണേ. ഇതിപ്പോൾ ഫസ്റ്റ് ലെയറിൽ ബാക്കും ഫ്രണ്ടും ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ വേസ്റ്റ് എത്ര വരുന്നത് നോക്കാം. എനിക്കിവിടെ 10.5 കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഫസ്റ്റ് ലെയർ ഇല്ലേ, ഫസ്റ്റ് ലെയറിൽ ഫ്രണ്ടും ബാക്കും നമ്മൾ ജോയിൻ ചെയ്തിട്ട് എടുത്തതാണല്ലോ. നമുക്ക് ഇതിൻ്റെ വേസ്റ്റ് മെഷർ ചെയ്തിട്ട് 10.5 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ടിൽക്കും 10.5 ബാക്കിൽക്കും 10.5 വരുന്ന രീതിയിൽ നമുക്കിത് പ്ലീറ്റ് കൊടുക്കണം. ഇപ്പോൾ എന്നിട്ട് ഒരു ഭാഗമല്ലേ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുള്ളൂ, എന്നിട്ട് മറ്റേ ഭാഗവും ക്ലോസ് ചെയ്തിട്ട് എടുക്കണം. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും ഈ സെയിം മെത്തേഡിൽ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ലെയർ ചെയ്യണത് ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് ഇങ്ങനെ കൊടുക്കാം. ഞാൻ അതേപോലെ കൈ കൊണ്ടാണ് ചെയ്യാറ്. നിങ്ങൾക്ക് ഇനി നൂല് വലിച്ചിട്ട് ഒരു ലോങ് സ്റ്റിച്ച് ഇട്ടതിൻ്റെ ശേഷം ആ നൂല് ഇങ്ങനെ വലിച്ചിട്ട് ചെറിയ പ്ലീറ്റ് ഇടൂലേ, അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇതേപോലെ ഞാൻ 2 ലെയറും പ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റേ ഭാഗം കൂടെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് എടുക്കാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് എടുക്കാം. 2 ലെയറിൻ്റെയും ഇതേപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ മൊത്തം നമുക്കൊരു റൗണ്ടായിട്ട് കിട്ടും. ആ റൗണ്ടായിട്ട് കിട്ടുമ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടെ ഒപ്പം വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. ഞാനത് കാണിക്കാം എങ്ങനെയാണെന്ന്. ആദ്യം നമുക്ക് ഇതൊന്ന് സൈഡൊന്ന് ക്ലോസ് ചെയ്തിട്ട് കൊടുക്കാം. ഇത് ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ലെയർ എന്തിനും കൂടുതലൊക്കെ തോന്നുകയാണെങ്കിൽ അതേപോലെ ചെറിയൊരു മടക്കട കൊടുത്തിട്ട് ഒപ്പാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ അത് രണ്ടും സൈഡ് ക്ലോസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ രണ്ടും ചേർത്തിട്ടൊന്ന് അറ്റാച്ച് ചെയ്തിട്ട് എടുക്കുക. ഇതിലെ ഫസ്റ്റ് ലെയറിൻ്റെ ഉള്ളിലായിട്ട് മറ്റേ ലെയർ വരുന്ന പോലെ വെച്ചിട്ട് ഇനി നമുക്കിത് റൗണ്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ഇത് രണ്ടും കൂടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് എടുക്കാം. ഞാനിത് രണ്ടും കൂടെ ചേർത്തിട്ട് ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. പ്ലീറ്റൊക്കെ നല്ലപോലെ തന്നെയാണോ വരുന്നതെന്നൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ. ഇപ്പോൾ ഞാൻ സ്കേർട്ട് പോർഷൻ മൊത്തം സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം നമുക്ക് നേരത്തെ വേസ്റ്റ് അളന്ന ആ ഒരു കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇനി നമുക്കധികം പണിയൊന്നുമില്ല. ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. കറക്റ്റ് മെഷർമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നല്ല സിമ്പിളായിട്ട് ചുറ്റിച്ചെടുക്കുക. അതോ ഇനി സ്കേർട്ട് പോർഷൻ കുറച്ച് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങനെ കുറച്ച് മടക്കി ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇനി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ചെയ്താൽ മതി. പക്ഷേ ഇത് 2 ലെയറും കൂടെ ആയതുകൊണ്ടും ഇങ്ങനെ മടക്കി ചെയ്യുമ്പോൾ കുറച്ചൊരു കട്ടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നല്ല വൃത്തിയിൽ സ്കേർട്ട് പോർഷൻ ചെയ്യുമ്പോൾ തന്നെ കറക്റ്റ് മെഷർമെൻറ്റിൽ ആ ഒരു വേസ്റ്റ് ഭാഗത്ത് നമ്മൾ മെഷർ ചെയ്തില്ലേ അത് കറക്റ്റായിട്ട് തന്നെ എടുത്തിട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. ഇതിനിടയിൽ സൈഡിൽ ആ കെട്ടാൻ വേണ്ടിയുള്ള സാധനം ഞാൻ പിന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ നേരത്തെ കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കുറച്ച് വീതിയിൽ ചെയ്യണതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ കുറച്ച് വീതിയിൽ തന്നെ ഇതേപോലെ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയാണ് നമുക്കിതിൻ്റെ മെയിനായിട്ടുള്ള സാധനം ചെയ്യാനുള്ളത്. ഈ ഒരു ടുലിപ്പ് ഫ്ലവർ ഇത് ഞാൻ ഫസ്റ്റ് ഇതേപോലെ ഒരു കെട്ട് കൊടുത്തിട്ട് ഒരു പൂമ്പറ്റക്കെട്ടാക്കിയിട്ട് തുന്നിയിട്ട് ഞാൻ ഡ്രസ്സിൽ തുന്നി കൊടുക്കുകയാണ് ചെയ്തത്. ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ 2 കളറാണ് നമ്മൾ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ തലത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൻ്റെ ബാലൻസ് വരുന്നത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് നമ്മളിത് ടേൺ ചെയ്തെടുക്കുക. ഒന്നെങ്കിൽ ലൂപ്പ് ടേണർ വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സേഫ്റ്റി പിന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അത് അപ്പുറം മറിച്ചെടുക്കുക. നമുക്ക് എത്ര ലെങ്ത്താണോ വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഇനി ഫ്ലവർ ചെയ്യാൻ 2 ഒരേപോലത്തെ പീസ് എടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡ് മാത്രം ഇതേപോലെ ഒരു സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഇത് 2 സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അപ്പുറം മറിക്കണം, പക്ഷെ ഫുള്ളായിട്ട് മറിക്കരുത്. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ കാണുന്ന പോലെ പകുതി വെച്ചിട്ട് നിർത്തുക. നമ്മളിത് ഫുള്ളായിട്ട് മറിച്ചെടുക്കാതെ 2 സൈഡും ഒപ്പം വെച്ചിട്ട് പകുതി വെച്ചിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഇതിൽ നമുക്ക് വലിയ ഫ്ലവറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ നമ്മൾ 2ഉം ചെയ്തെടുക്കുക. ഇനി നമ്മൾ മുന്നേ ചെയ്ത് വെച്ചത് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് കുറച്ച് പുറത്ത് കണ്ടാലും കുഴപ്പമില്ല. ഇതിൻ്റെ നടുവിൽ വെക്കണം. ഇതിൻ്റെ സെൻറ്ററിൽ ഇത് വെച്ചിട്ട് നമ്മൾ തുന്നുകയാണ് ചെയ്യണത്.
ഇതിൽ കാണുന്ന പോലെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് സൂചി വെച്ച് തുന്നണമാവും നല്ലത്. അപ്പോഴാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കാണാൻ രസം ഉണ്ടാവുക. എന്നിട്ട് ഇത് നന്നായിട്ട് പോരാത്ത പോലെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 2 വട്ടെങ്കിലും തുന്നിയിട്ട് നമ്മൾ സാധാരണ അത് കെട്ട് പോരാത്ത വിധം ലാസ്റ്റ് കെട്ടി വെക്കുക. അപ്പം നല്ല ടൈറ്റായിട്ട് അത് കെട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചെടുക്കണം. മറിക്കല്ല, ഇത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിയാൽ മതി. അപ്പോൾ ഏകദേശമൊക്കെ കാണുമ്പോൾ ഒരു ഫ്ലവറിൻ്റെ പോലെ ഇപ്പോൾ തന്നെ തോന്നും. ഈ ഇതേപോലെ ചെറിയ ചെറിയ പീസ് ക്ലോത്തിൻ്റെത് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. പഞ്ഞി ആയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഈ സെയിം ക്ലോത്തിൻ്റെ തന്നെ ചെറിയ പീസ് അതിൻ്റെ ഉള്ളിലിട്ട് ഈ കാണുന്ന പോലെ തന്നെ നമ്മൾ തുന്നി വെക്കണം. എന്നാലേ ആ ഫ്ലവറിൻ്റെ ഒരു ഷേപ്പ് കിട്ടുള്ളൂ. ആദ്യം രണ്ടും കൂട്ടി പിടിച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ മാത്രം തുന്നുക. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടും പിടിക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ തുന്നുക. ഒക്കെ കൂടെ കൂട്ടി തുന്നുക. നമുക്ക് പറയുമ്പോൾ മനസ്സിലാവില്ല, ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലാവും. ഞാനിത് ഫസ്റ്റ് ചെയ്തപ്പോൾ ഫ്ലോപ്പ് ആയിരുന്നു. പിന്നെ 2-3 പ്രാവശ്യമൊക്കെ ചെയ്തപ്പോൾ റെഡിയായി. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ. നമുക്കൊന്ന് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഒന്നൊരു ഫ്ലവർ ചെയ്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും എങ്ങനെ ചെയ്യേണ്ടതെന്ന്. എനിക്കിത് 2-3 ഫ്രോക്ക് ചെയ്യാനുണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ഒന്നിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതിൻ്റെ വീഡിയോ ഞാനിതിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഫ്ലവർ ഉണ്ടാക്കുന്നത് പറയുമ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിലും ഇത് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ ഞാൻ ഒന്ന് ചെയ്തതാണ്. ഞാൻ റീസെൻ്റായിട്ട് ചെയ്ത ഫ്രോക്കിനാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രോക്കിന് 4 ഫ്ലവറാണ് നമുക്ക് വേണ്ടി വരിക. ഈ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തതാണ്. ഇനി അത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിതിൽ ആഡ് ചെയ്തതാണ്. ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ഇത് ബിഗിനേഴ്സിനൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയതാണ്. ഇതിൻ്റെ ലെയർ ചെയ്യണത് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിൽ ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ വീഡിയോ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് വരാം.